അസാധാരണമായ സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് പാർലമെന്റിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. BJP MPക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അത് രാഹുൽ ഗാന്ധിയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള ആരോപണമാണ് BJP ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP തന്നെ ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട്, പോലീസിൽ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ MPമാരെ തള്ളിവിട്ടതിന് രാഹുൽ ഗാന്ധിക്കെതിരെ BJP പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. BJP MPമാരായിട്ടുള്ള മുകേഷ് രാജ്പുത്, പ്രതാപ് സാരംഗി എന്നിവരെ പരിക്കുകളോടെ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 MPമാർക്കും തലയ്ക്ക് പരിക്കേറ്റതായും തീവ്രപരിചരണ വിഭാഗത്തിൽ ICUയിൽ ചികിത്സയിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് 2 BJP MPമാർക്ക് പരിക്കേറ്റതിനാൽ പാർലമെന്റ് വൻ ബഹളത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. രാജ്യസഭയിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75 വർഷത്തെ ചർച്ചയ്ക്കിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പരാമർശങ്ങളെ ചൊല്ലിയാണ് BJPയുടെയും പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന്റെയും MPമാർ പരസ്പരം പ്രതിഷേധിക്കുന്നതിനിടെയാണ് സംഭവം അരങ്ങേറിയത്. BJP MPമാരായിട്ടുള്ള മുകേഷ് രാജ്പുത്, പ്രതാപ് സാരംഗി എന്നിവരെ പരിക്കുകളോടെ ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവരെ ICUയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കനത്ത രക്തസ്രാവം അനുഭവപ്പെട്ട പ്രതാപ് സാരംഗിക്ക് ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനാൽ തുന്നിക്കെട്ടേണ്ടി വന്നു എന്നും ഇപ്പോൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് എന്നുള്ള തരത്തിലും മുകേഷ് രാജ്പുത് അബോധാവസ്ഥയിൽ നിന്നും ഇപ്പോൾ ബോധവാനാണെങ്കിലും തലകറക്കവും ഉത്കണ്ഠയുമാണ് അദ്ദേഹത്തിന്റെ BP കുത്തനെ ഉയർന്നത് എന്നും ഡോക്ടർ ശുക്ല കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കോണിപ്പടിയിൽ നിൽക്കുകയായിരുന്ന മറ്റൊരു പാർലമെന്റ് അംഗം തന്റെ മേൽ വീണ് തലയ്ക്ക് പരിക്കേറ്റതായി പ്രതാപ് സാരംഗി നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഒരു പാർലമെന്റ് അംഗത്തെ രാഹുൽ ഗാന്ധി തള്ളിയിട്ടു എന്നും തുടർന്ന് ഞാൻ താഴെ വീണു, ഞാൻ ഗോവണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്നു എന്നും രാഹുൽ ഗാന്ധി വന്ന് ഒരു MPയെ തള്ളിയിട്ട് എൻ്റെ മേൽ വീണു എന്നുമാണ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് താൻ പാർലമെന്റിനുള്ളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു എന്നും BJP MPമാർ തള്ളിയിടാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം ഉണ്ടായതെന്നും പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ ക്യാമറയിൽ ഉണ്ടായിരിക്കാമെന്നും ഞാൻ പാർലമെന്റ് പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും BJP MPമാർ എന്നെ തടയാനും തള്ളാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നും അതിനാൽ ഇത് സംഭവിച്ചുവെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രശ്നം വളരെ വലിയ തോതിൽ ഗുരുതരമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കുന്ന തലത്തിലോട്ടും BJP എത്തി നിൽക്കുന്നു.